ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ മുന്നറിയിപ്പ് ബോർഡാണ്. ഈ ബോർഡ് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ചേട്ടാ? ഈ ബോർഡ് കൊണ്ട് ഒരു പ്രയോജനമില്ല. വീണ് കഴിഞ്ഞിട്ട് ഇത് വിവരം അറിയത്തുള്ളൂ. വീഴുന്നവർ കാരണം ഇതിന്റെ സിഗ്നൽ ഒരു ഫ്രണ്ടിലോട്ട് കയറ്റി വെക്കേണ്ടതാണ്. ഈ ബോർഡ് ഈ താന്നായിരിക്കുന്നു. ഒന്ന് താന്നിരിക്കും. രണ്ടാമത്തെ ബോർഡ് വീണ് കഴിഞ്ഞിട്ട് കാണത്തക്ക രീതിയിലാണ്. വീണ് കഴിഞ്ഞ് വെള്ളം കുടിക്കുന്നവൻ കാണും. ഇത് സുരക്ഷിതമായിട്ട് മനുഷ്യന്റെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് ഒരു ഡിം ലൈറ്റ് ഇവിടെ വെക്കണം. ഇവിടെ മേളിൽ വെക്കണം. ഈ ജംഗ്ഷനിൽ ഒരു ഡിം ലൈറ്റ് വേണം. ആ ലൈറ്റ് വെച്ചിട്ട് ഇതുകൊണ്ട് പ്രയോജനം. ഇത് ഒന്നോ രണ്ടോ അപകടം വല്ല ഇവിടെ ഉണ്ടായി. അതായത് 2077 മുതൽ ഇവിടെ അപകടം നടന്നു. ഈ മതിലും ഇല്ല, ഒന്നുമില്ലാത്തൊരു കാലഘട്ടമാണ്. 4ഓളം വണ്ടികൾ ഈ കുഴിക്കകത്ത് വീണിട്ടുണ്ട്. അതിൽ ഒരാൾ വീണ് മരിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ ഒരു നിരുത്തരവാദിത്വം എന്ന് വേണേൽ പറയാം. അതെ, നമ്മുടെ മുനിസിപ്പാലിറ്റി ഇറിഗേഷനും രണ്ട് ഡിപ്പാർട്ട്മെന്റും ഇവിടെ കാണിക്കുന്നത് അങ്ങേയറ്റത്തെ തോന്നിവാസോ അനാസ്ഥയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ബോർഡ് ഇവിടെ കൊണ്ട് വെക്കുകയല്ലോ വേണ്ടത്, കുറച്ചുകൂടെ പടിഞ്ഞാട്ട് മാറ്റി വെക്കും. അതെ അതെ, അവിടെ ഒരു ബോർഡുണ്ട്. അവിടെ ഒരു ബോർഡുണ്ട്. കുളത്തിന്റെ നടുക്ക് വെക്കണം. കുളത്തിന്റെ നടുക്ക് പൊക്കി ലൈറ്റൊക്കെ ഇട്ട് വെക്കണം. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇങ്ങനെ ഇവിടെ അല്ല, ഒരു ഡിം ലൈറ്റ് ഉണ്ടാക്കി വെച്ചാൽ ജനം കാണും. അപകടത്തിൽ നിന്ന് ഒഴിവാക്കും. നിങ്ങളൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നവരല്ലേ? ഞങ്ങളിവിടെ ജോലി ചെയ്യുന്ന ഈ അടുത്ത് ഒരു വണ്ടി വീണു, ഒരു ബൈക്കുകാരൻ വീണു. ഇത് ആൾക്കാർ വരിക നേരെ അങ്ങ് പോവുക വെള്ളത്തിൽ. ഒരു ഇതുമില്ല, ഒന്ന് റിഫ്ലക്ടറോ അങ്ങനെയുള്ള ഒരു സേഫ്റ്റി ഒരു പല സ്ഥലങ്ങളിലും ഉണ്ട്. അതില്ല. അല്ല, ഈ വണ്ടി അടിച്ച് കിട്ടിയ പൈസ മതിയല്ലോ ഇവിടെ മനോഹരമായ രീതിയിൽ പണിയാൻ. ഇതിപ്പം തന്നെ പകുതി പോലും ഇല്ല. പക്ഷെ ആവേശത്തെ ഇതുപോലെ ഇവിടെ ഇത് പകുതി ഉണ്ടാക്കി വിട്ടേക്കുക. ആർക്ക് എന്നാലും വെള്ളത്തിൽ പോയാലും ഇപ്പം വണ്ടി ഒരു ബൈക്ക് ഈടെ പോയി, അല്ല, ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിലും ജോലി ചെയ്യുന്ന ഇവിടുത്തുകാരല്ല. പിന്നെ ഇവിടുത്തുകാർ വെള്ളത്തിൽ പോയാൽ അവർക്കെന്നാ ഇപ്പൊ തന്നെ വേണ്ടേ, ഇവിടെ സിനിമ ഷൂട്ടിങ് നടക്കുന്നു. എത്ര ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിക്ക് കിട്ടി, അതും എടുത്ത് പോക്കറ്റിൽ വെക്കും. അങ്ങനെ ഇവര് ഈ സ്ഥലത്തിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. അതാണ് ചങ്ങനാശ്ശേരിയിലെ ഒരു അവസ്ഥ. ഇതൊക്കെ ആര് ചോദിക്കാൻ, ആരോട് പറയാൻ? ഈ വിളക്കുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. സിനിമാക്കാരാണെങ്കിലും അവർ വന്ന് കത്തിച്ചു. അപ്പോൾ ഇത് വിളക്ക് കത്തുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. അതുപോലെ തന്നെ ഒരു മോട്ടർ, ഈ എഞ്ചിനൊക്കെ ഒരു മോട്ടർ ഇപ്പോൾ ഉണ്ട്. അത് കത്തിപ്പോയിട്ട് തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാതെ അതുപോലെ ഇരിക്കുകയാണ്. അത് റിപ്പയർ ചെയ്യാനും പോലും ഇവിടെ ആൾക്കാർക്ക് ആവശ്യമില്ല. പിന്നെ ഇവരൊക്കെ ഇപ്പം എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ഇവരെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് നമ്മളൊക്കെ വെറും കിഴങ്ങന്മാരല്ലേ? അത് ഇവിടുത്തെ പൊതുജനങ്ങൾ ചോദ്യം. പൊതുജനങ്ങളാണ് ഇതൊക്കെ ചോദിക്കേണ്ടത്. ഞാൻ നാട്ടുകാരനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ പറയുന്നത്. സന്തോഷമുണ്ട് ഇത് കത്തി കണ്ടപ്പോൾ. ഇങ്ങനെ ഒരുമിച്ച് കത്തി കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കടാ മോനെ, നീയാലും പ്രതികരിച്ചല്ലോ. പിന്നെ അതാണ് നമ്മുടെ ആവശ്യം.